നമസ്കാരം. ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലായ കുസൃതി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി മത്തയില കൊണ്ടുള്ളൊരു തോരനാണ്. രാവിലെ മുതൽ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ഒത്തിരി മത്തയില തോരൻ ഉണ്ടാക്കിയേക്കാം. പണ്ടുള്ള ആൾക്കാരൊക്കെ മത്തയിലയും ചീരയിലയും മുരിങ്ങയിലയൊക്കെ കൊണ്ട് നല്ല തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അവരൊക്കെ ആരോഗ്യം നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. നമ്മളൊക്കെ ഇപ്പം പച്ചക്കറിയെല്ലാം വിഷം അടിച്ച് പച്ചക്കറിയെല്ലാം കഴിച്ച് നമ്മുടെ ആരോഗ്യം എല്ലാം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ മത്തയില എടുത്തുകൊണ്ട് വന്നതിന് ശേഷം അത് നമ്മൾ നന്നായിട്ട് പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് ശേഷം നമ്മൾ വെള്ളത്തിനകത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പപ്പാത്രത്തിനകത്തേക്ക് എടുത്ത് വെച്ച് വെള്ളം വാർന്നു പോകുന്നോളം വരെ അത് ഒരു 10 മിനിറ്റോളം അതെടുത്ത് വെക്കുക. അതിന് ശേഷം നമ്മളത് നന്നായിട്ട് കുഞ്ഞിതായിട്ട് അരിഞ്ഞ് എടുക്കുക. കുഞ്ഞായിട്ട് അരിയണം, എന്നാലേ അതൊരു പെട്ടെന്ന് ആവി കൊണ്ടത് വേകുള്ളൂ. അതിന് ശേഷം നമുക്ക് അതിനകത്ത് ചേർക്കാനുള്ള ചേരുവകൾ ഞാൻ പരിചയപ്പെടുത്താം. പച്ചമുളക്, കറിവേപ്പില, തേങ്ങ, ചുവന്നുള്ളി, കടുക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. നമ്മൾ ഗ്യാസിൽ തീ കത്തിച്ച് ഞാനിവിടെ എടുത്തേക്കുന്നത് മൺചട്ടിയാണ്. മൺചട്ടിക്കകത്താണ് പഴയ കാലത്തൊക്കെ ആൾക്കാർ കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം. മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ആ മൺചട്ടിക്കകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് കടുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്തേക്ക് ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം അത് നമ്മൾ ഇളക്കിയതിന് ശേഷം നമ്മൾ അതിനകത്ത് പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വരണ്ട് വരുന്നോളം വരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിനകത്ത് മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തയില ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് ആവി കൊള്ളാനായിട്ട് ആ മൂടി വെച്ച് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മത്തയില തോരൻ റെഡിയായിരിക്കുന്നത്. ഉപ്പിടാൻ ആരെയും മറക്കരുത്. നന്നായി അവനവൻ്റെ ആവശ്യത്തിന് നല്ലതായിട്ട് ഉപ്പിട്ട് വേണം മൂടി വെക്കാൻ. അതിന് ശേഷം എന്ത് ചെയ്യും, നമ്മുടെ മത്തയില തോരൻ നല്ല ആവി കയറിയപ്പോൾ തന്നെ അത് വെന്ത് നല്ല മത്തയില തോരൻ റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇതുപോലെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.